ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി.ജെ.പിക്കേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം അജിത് പവാറിന്റെ എൻ.സി.പിയുമായുള്ള സഖ്യമാണെന്നാണ് ആർ.എസ്.എസ് അനുകൂല വാരികയിൽ പറയുന്നത്. അജിത് പവാറിന്റെ എൻ.സി.പിയുമായുള്ള സഖ്യം മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ വികാരം ബി.ജെ.പിക്ക് എതിരാക്കിയെന്ന് വാരിക കുറ്റപ്പെടുത്തുന്നുണ്ട്. ആർ.എസ്.എസുമായി അടുത്ത ബന്ധമുള്ള വിവേക് എന്ന മറാത്തി വാരികയാണ് വിമർശനവുമായി രംഗത്തുവന്നത്. മുംബൈ, കൊങ്കൺ, പടിഞ്ഞാറൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള 200 പേരെ ഉൾപ്പെടുത്തി അനൌദ്യോഗിക സർവേ നടത്തിയാണ് വാരിക തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണങ്ങൾ വിശകലനം ചെയ്തത്. എൻ.സി.പി സഖ്യത്തിൽ സംസ്ഥാനത്തെ ബി.ജെ.പി അണികൾക്കു പോലും അതൃപ്തിയുണ്ടെന്ന് വാരികയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അജിത് പവാറിന്റെ എൻ.സി.പിയുമായി കൈകോർത്തതോടെ സംസ്ഥാനത്തെ ജനവികാരം പൂർണ്ണമായി ബി.ജെ.പിക്ക് എതിരായി. എൻ.സി.പി കാരണം രാഷ്ട്രീയത്തിലെ കണക്കുകൾ എതിരായതോടെ പാർട്ടിയുടെ ഭാവി പരിപാടികളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്നാണ് വിവേക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. സ്വന്തം പാർട്ടിയിലെ കഴിവുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്ന പരമ്പരാഗത രീതി ഒഴിവാക്കി പകരം മറ്റു പാർട്ടികളിലെ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന ബി.ജെ.പിയുടെ പ്രവണതയിലും വാരിക ആശങ്ക പ്രകടിപ്പിച്ചു. പാർട്ടിയിലെ ആഭ്യന്തര പ്രകോപനത്തിന്റെയും ബി.ജെ.പി പ്രവർത്തകരെ ശക്തിപ്പെടുത്തേണ്ടതിന്റെയും പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ വാരിക മധ്യപ്രദേശിലെ മുഴുവൻ സീറ്റുകളും വിജയിച്ചത് ഈ കാരണങ്ങളാലാണെന്നും വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ 48 ലോക്സഭാ സീറ്റുകളിൽ 23 സീറ്റാണ് 2019 ബി.ജെ.പി നേടിയത്. എന്നാൽ 2024 തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സീറ്റ് എണ്ണം 9ലേക്ക് കൂപ്പുകുത്തി. യഥാർത്ഥ എൻ.സി.പി എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിയെഴുതിയ അജിത് പവാർ പക്ഷം എൻ.സി.പിക്ക് മഹാരാഷ്ട്രയിൽ ഒരു സീറ്റു മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി ഇത്തവണ 48ൽ 30 സീറ്റും വിജയിച്ചു. 13 സീറ്റിൽ കോൺഗ്രസും 9 സീറ്റിൽ ശിവസേനയും വിജയിച്ചപ്പോൾ എൻ.സി.പി 7 സീറ്റുകൾ നേടി. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവുമധികം തിരിച്ചടി ലഭിച്ച മറ്റൊരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനത്ത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബി.ജെ.പിക്കുണ്ടായത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ യു.പിയിലെ പാർട്ടിക്കുള്ളിൽ ചേരിപ്പോര് രൂക്ഷമാവുകയും ചെയ്തിരുന്നു. നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടെ ഉത്തർപ്രദേശിലെ ബി.ജെ.പി ഘടകം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദമാക്കുന്ന വിപുലമായ റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് തോറ്റുവെന്ന് വിശദമാക്കുന്ന റിപ്പോർട്ടിൽ സർക്കാർ ജോലികൾക്കായി കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത്, സംസ്ഥാന ഭരണത്തിൽ പാർട്ടി പ്രവർത്തകർക്കുള്ള അതൃപ്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 33 സീറ്റുകളാണ് ഇത്തവണ ബി.ജെ.പിക്ക് നേടാനായത്. 2019 പാർട്ടിക്ക് 62 സീറ്റുകൾ നേടാനായിരുന്നു. പ്രചരണത്തിലെ പോരായ്മകൾ അടക്കം ചൂണ്ടിക്കാട്ടി 15 പേജുള്ള വിശദമായ റിപ്പോർട്ടാണ് ബി.ജെ.പി സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അമേഠി, അയോധ്യ തുടങ്ങിയ സുപ്രധാന ഇടങ്ങളിലെ തോൽവി സംബന്ധിച്ച് പ്രത്യേക പരിശോധനയാണ് നടത്തിയത്. 40,000-ഓളം ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ക്രോഡീകരിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. യു.പിയിലെ എല്ലാ മേഖലകളിലും 8% വരെ വോട്ടുകളുടെ കുറവ് പാർട്ടിക്കുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പാർട്ടിയെ നേരത്തെ പിന്തുണച്ചിരുന്ന ചില ജാതി വിഭാഗങ്ങൾ അകലുന്നതിന്റെ സൂചനകളും ഇതിൽ പറയുന്നുണ്ട്. കുർമി, മൗര്യ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നകന്നു. ദളിത് വോട്ടുകളിൽ 1/3 മാത്രമേ ബി.ജെ.പിക്ക് ഇത്തവണ നേടാനായുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ബി.ജെ.പി പ്രതീക്ഷിച്ചിടത്തെല്ലാം വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക് ലഭിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചതിലുള്ള ഞെട്ടലിലാണ് പാർട്ടി ഇപ്പോഴും.